കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ MDC മലയാളത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്തെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അമ്മാളുവിന് ആങ്ങളമാരുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അമ്മാളുവിന് ആങ്ങളമാരെ വലിയ ഇഷ്ടമായിരുന്നു. 7 ആങ്ങളമാരായിരുന്നു അമ്മാളുവിന് ഉണ്ടായിരുന്നത്. അവർ 7 പേരും വിവാഹം കഴിഞ്ഞ് ഭാര്യ വീട്ടിലാണ് താമസം. അടുത്ത ചോദ്യം, പുലിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അമ്മാളു ചെയ്തത് എന്തായിരുന്നു? ചെമ്പകപ്പൂ തിരഞ്ഞ് കാട്ടിലേക്ക് പോയ അമ്മാളു അവിടെ 3 പുലിക്കുഞ്ഞുങ്ങളെ കണ്ടു. അവയോട് അലിവ് തോന്നിയ അമ്മാളു പുലിക്കുഞ്ഞുങ്ങളെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുകയും പുലിക്കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ട് ആഹാരം കൊടുത്ത് കിടത്തിയുറക്കി തിരികെ അവയെ കൊണ്ട് കാട്ടിൽ വിടുകയും ചെയ്തു. നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയ്ക്ക് MD ആദ്യം നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം, ജീവിതത്തിൽ നിന്ന് ഒരു ഏട് എന്നായിരുന്നു MD ആ കഥയ്ക്ക് ആദ്യം നൽകിയ പേര്. സിലോണിൽ നിന്നെത്തിയ വാസുവിന്റെ പിതാവിനെതിരെ ഉണ്ടായ അപവാദം എന്തായിരുന്നു? വാസുവിന്റെ അച്ഛൻ സിലോണിൽ നിന്ന് വന്നപ്പോൾ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി ഉള്ളതായിരുന്നു അപവാദം. അവൾ അച്ഛൻ്റെ മകൾ ആണ് എന്നതായിരുന്നു അച്ഛനെതിരെ ഉണ്ടായ അപവാദം. ആരാണ് ഖസാക്കിലെ സുന്ദരി? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന OV വിജയൻ്റെ നോവലിലെ മൈമുന എന്ന കഥാപാത്രമാണ് ഖസാക്കിലെ സുന്ദരി. സർഗാത്മകത എന്നാൽ എന്ത്? ഉത്തരം, പുതിയ രീതിയിൽ ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത്. സർഗശേഷി, ക്രിയാശേഷി, സൃഷ്ടിപരത എന്നെല്ലാം ഇതിന് പേരുകളുണ്ട്. എല്ലാ കലകളുടെ പിന്നിലും പ്രവർത്തിക്കുന്നതും സർഗാത്മകതയാണ്. ജീവിതത്തെ പുതുക്കുന്നതും ആവർത്തനം കൊണ്ടുള്ള വിരസത മാറ്റുന്നതും മനുഷ്യൻ സർഗാത്മകത കൊണ്ടാണ്. ഫിക്ഷൻ എന്നാൽ എന്ത്? പൂർണ്ണമോ ഭാഗികമോ സാങ്കല്പിക സൃഷ്ടിയായ പ്രമേയത്തെ പറ്റിയുള്ള സാഹിത്യ സൃഷ്ടിയെ ആണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. കൊടുങ്കാറ്റിൽപ്പെട്ട ഒരില എന്ന കഥയുടെ ശീർഷകത്തിന്റെ പ്രത്യേകത എന്ത്? ഇന്ത്യ പാക് വിഭജന കാലത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപത്തെയാണ് കൊടുങ്കാറ്റ് എന്നതുകൊണ്ട് കഥയിൽ അർത്ഥമാക്കുന്നത്. ഒരില എന്നതുകൊണ്ട് ജ്യോതിർമയി ദേവപാൽ എന്ന സ്ത്രീയെ ആണ് ഉദ്ദേശിക്കുന്നത്. വിഭജനകാലത്തെ കലാപത്തെ തുടർന്ന് ഏറെ വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമാണ് ജ്യോതിർമയി ദേവപാൽ. മാമ്പഴം എന്ന കവിതയ്ക്ക് ടാഗോറിൻ്റെ ഒരു കവിതയുമായി ബന്ധമുണ്ടെന്ന് വിമർശനമുണ്ടായി. കവിത ഏത്? അതിൻ്റെ ഉത്തരം, ടാഗോറിൻ്റെ ശശികല എന്ന കവിതയ്ക്കാണ് മാമ്പഴം എന്ന കവിതയുമായി ബന്ധമുണ്ടെന്ന് MK മേനോൻ വിമർശിക്കുന്നത്. അടുത്ത ചോദ്യം, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം, OV വിജയൻ. മാമ്പഴം എന്ന കവിതയുടെ രചനയ്ക്കാധാരമായ സംഭവം എന്ത്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ അനുജന്റെ മരണമാണ് മാമ്പഴം എന്ന കവിതയ്ക്ക് ആധാരമായ സംഭവം. 5-ാം വയസ്സിൽ മരണപ്പെട്ട കൃഷ്ണൻകുട്ടി എന്ന തൻ്റെ കൊച്ചനുജനെക്കുറിച്ച് മാമ്പഴം എന്ന കവിത വൈലോപ്പിള്ളി എഴുതിയത്. പെണ്ണും പുലിയും എന്ന പേരിൽ വൈലോപ്പിള്ളി എഴുതിയ 2 കവിതകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാം? പ്രധാനമായും 2 കവിതകൾ തമ്മിലും 3 വ്യത്യാസങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത്, അമ്മാളുവിനെ തിരഞ്ഞെത്തിയ പുലി അമ്മാളുവിനോട് ചോദിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്നവർ ആരുണ്ട് ഈ ലോകത്ത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അവർക്ക് നൽകും, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു തിന്നും. മറ്റൊരു കവിതയിൽ പുലി പറയുന്നത്, വേണ്ടപ്പെട്ടവരാരെങ്കിലും നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്നെ അവർക്ക് നൽകും, ഇല്ലെങ്കിൽ നിന്നെ എൻ്റെ മക്കളുടെ ഏട്ടത്തിയാക്കും. രണ്ടാമത്തെ വ്യത്യാസം, അമ്മാളുവിനെ ഏറ്റവും ഇളയ ആങ്ങളയെ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിലാണ്. ആങ്ങളയോട് പുലി പറയുന്നത് ഇങ്ങനെയാണ്, ഇവൾക്ക് വിവാഹപ്രായമാകുമ്പോൾ നല്ലൊരാളെ കണ്ടെത്തി ഇവളെ വിവാഹം കഴിപ്പിച്ചയക്കണം. വിവാഹത്തിന് എന്നെയും വിളിക്കണം, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കുട്ടിയെ ഞാൻ കൊന്നു തിന്നും. മറ്റൊരു കവിതയിൽ ഇതേ സന്ദർഭത്തിൽ പുലി പറയുന്നത് ഇങ്ങനെയാണ്, വിവാഹത്തിന് എന്നെ ക്ഷണിച്ചില്ലെങ്കിൽ അവൾ പിന്നെ എൻ്റേതായി മാറും എന്നാണ്. കവിതയിലെ മൂന്നാമത്തെ വ്യത്യാസം ഇങ്ങനെയാണ്, പുലിയെ ക്ഷണിക്കാതെ തന്നെ അമ്മാളുവിനെ വിവാഹം കഴിപ്പിച്ചു. പുലി വരുമെന്ന ഭയത്താൽ ഇളയ ആങ്ങള പുലിയെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. തട്ടിൻപുറത്തെ മണിയറയിൽ ആഹാരം കഴിച്ച് കുംഭവീർത്ത് ഉറങ്ങുന്ന മണവാളനും ഉണർന്നിരിക്കുന്ന അമ്മാളുവും ഉണ്ട്. അവിടേക്ക്
പ്രതിരോധങ്ങളെല്ലാം തകർത്ത് പുലി എത്തുന്നത് ചാടിയാണ്. ഇങ്ങനെയാണ് ഒരു കവിത അവസാനിക്കുന്നത്. എന്നാൽ മറ്റേ കവിതയിൽ തുടർന്നും കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കാട്ടിലൂടെ യാത്ര ചെയ്ത പലരും പുലികളുമായി പ്രിയത്തോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെന്നും മനുഷ്യനെ കാണാതെ കാട്ടിലൊളിക്കുന്ന അവളെ കാണാറുണ്ടെന്നും പറയുന്നു. ഈ 3 വ്യത്യാസങ്ങളാണ് പെണ്ണും പുലിയും എന്ന 2 കവിതകൾ തമ്മിലും ഉള്ളത്. അടുത്ത ചോദ്യം, മൈമുന എന്ന കഥാപാത്ര സൃഷ്ടിയെപ്പറ്റി OV വിജയൻ പറയുന്നത് എന്ത്? ഉത്തരം, OV വിജയൻ പറയുന്നത് മൈമുന എന്ന കഥാപാത്രം തൻ്റെ സാങ്കല്പിക സൃഷ്ടിയാണെന്നും മൈമുനയ്ക്ക് ഗ്രാമത്തിൽ പൂർവ്വ മാതൃകകൾ ഒന്നും തന്നെ ഇല്ല എന്നുമാണ്. പല കാലങ്ങളിലായി തൻ്റെ പുരുഷ മനസ്സിൽ രൂപപ്പെട്ട ഒരു സ്ത്രീയാണ് മൈമുന എന്ന കഥാപാത്രമായി പിറവിയെടുത്തത് എന്ന് OV വിജയൻ പറയുന്നു. അടുത്ത ചോദ്യം, നെയ്ത്തുകാരൻ എന്ന നാടകം പിറക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്ത്? ഉത്തരം, EMSൻ്റെ മരണമാണ് ഈ നാടകത്തിൻ്റെ പിറവിക്ക് പിന്നിൽ. അടുത്ത ചോദ്യം, ചൊടിച്ചു മാതാവപ്പോൾ അമ്മ മകനോട് ദേഷ്യപ്പെട്ടത് എന്തിനായിരുന്നു? ഉത്തരം, ആദ്യമായി പൂവിട്ട തൈമാവിലെ പൂങ്കുല ഒടിച്ചുകൊണ്ട് പൂത്തിരി കത്തിച്ചതുപോലെ അമ്മയുടെ അടുത്തേക്ക് എത്തിയ മകനെ കണ്ടാണ് അമ്മ ദേഷ്യപ്പെട്ടത്. അടുത്ത ചോദ്യം, പൂതപ്പാട്ട് എന്ന കവിതയിൽ ഇടയ്ക്കിടയ്ക്ക് ഗദ്യത്തിലുള്ള വിവരണം ചേർക്കാൻ കവിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം, ആകാശവാണി കോഴിക്കോട് നിലയം ഇടശ്ശേരിയോട് ഒരു കവിത ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു നിർദ്ദേശവും മുന്നോട്ട് വച്ചിരുന്നു. നീളമുള്ള കവിതകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗദ്യത്തിലുള്ള വിവരണങ്ങളും ആകാം. അതാണ് പൂതപ്പാട്ട് എന്ന കവിതയിൽ ഇടയ്ക്കിടയ്ക്ക് ഗദ്യത്തിലുള്ള വിവരണം ചേർക്കാൻ കവിയെ പ്രേരിപ്പിച്ചത്. അടുത്ത ചോദ്യം, പെറ്റുവീഴാനിടമെങ്ങു നിനക്കന്യർ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞൊരീ ഭൂമിയിൽ. വരികൾ വ്യാഖ്യാനിക്കുക. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പിറക്കാത്ത മകന് എന്ന കവിതയിലെ വരികളാണിത്. തനിക്ക് പിറക്കാതെ പോയ മകന് വേണ്ടി ചുള്ളിക്കാട് എഴുതിയ കവിതയാണ് പിറക്കാത്ത മകന് എന്നത്. ഈ ഭൂമി നിനക്ക് പിറന്നു വീഴാൻ പറ്റിയ ഇടമല്ലെന്നും മറ്റുള്ളവർ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കി കഴിഞ്ഞ ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ അല്പം പോലും ഇടമില്ല എന്നുമാണ് കവി ഇവിടെ പറയുന്നത്. പൂതപ്പാട്ട് എന്ന കവിതാരചനയ്ക്ക് ആധാരമായ മിത്ത് എന്താണ്? കവിയുടെ കുട്ടിക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ വരാറുള്ള പൂതൻ എന്ന കലാരൂപമാണ് കവിതാരചനയ്ക്ക് ആധാരമായി കവി തിരഞ്ഞെടുത്തത്. പൂതപ്പാട്ടിലെ പൂതം മാതൃത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അടുത്ത ചോദ്യം, വിജയലക്ഷ്മിയുടെ കരച്ചിലടങ്ങി സാഹചര്യം എന്ത്? താൻ ഗർഭിണിയാണെന്ന വിവരം വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് ചുള്ളിക്കാടിനോട് പറഞ്ഞു. അപ്പോൾ വിജയലക്ഷ്മിയോട് നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോഴാണ് വിജയലക്ഷ്മിയുടെ കരച്ചിൽ അടങ്ങിയത്.